1996 അവസാന കാലഘട്ടത്തിലാണ് മിനാർ സ്റ്റീൽസ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ ട്രേഡിംഗ് എന്ന നിലക്കാണ് പാലക്കാട് ചന്ദ്രനഗറിലാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. ഞങ്ങൾ ഈ ഹോൾസെയിൽ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെടുന്ന ആരാണ്? ഈ സ്റ്റീൽ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. പിന്നീട് നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ ലോറി ഡ്രൈവേഴ്സുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വന്ന് നമ്മൾ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക അവരോട്, ഞാൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ്, എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ, എങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കാനും അത് പഠിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2003 ജൂലൈ 3 മിനാർ അലോയ്സ് ആൻഡ് ഫോർജിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനം കഞ്ചിക്കോട് ന്യൂ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയയിൽ തുടക്കം കുറിക്കുന്നത്. വേറെ ഒന്ന്, നമ്മൾ 2005 കോഴിക്കോട് കോയിൻകോ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി പിന്നീട് PVH സ്റ്റീൽസ് ആയി മാറുകയും അതൊരു സിക്ക് യൂണിറ്റായി മാറിയ ഒരു അവസ്ഥയിലാണ് 2005 മിനാർ അതിൻ്റെ ടേക്ക് ഓവർ ചെയ്യുന്നത്. അന്ന് ടോർ സ്റ്റീൽ എന്ന് പറയുന്ന പറഞ്ഞാൽ പിരിക്കമ്പികൾ മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഏറ്റവും നല്ല TMT ബാർസ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡുള്ള ടെംകോർ സർട്ടിഫിക്കേഷനുള്ള ഒരു പ്രോഡക്റ്റ് ആക്കി എന്നെ മാറ്റാൻ സാധിച്ചു എന്നുള്ളൊരു വലിയൊരു അഭിമാനമാണ്. നമ്മളെ സംബന്ധിച്ചോളം, മിനാറിനെ സംബന്ധിച്ചോളം വലിയൊരു അഭിമാനമാണ്. നമുക്ക് 14ഓളം പുരസ്കാരങ്ങൾ, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് പുരസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനേക്കാളൊക്കെ വലിയൊരു അഭിമാനപൂർവ്വം നമ്മൾ കാണുന്ന ഒരു പുരസ്കാരം എന്ന് പറയുന്നത് CRM ബെൽജിയം നൽകിയ ടെംകോർ ട്രേഡ് ലൈസൻസ് എന്ന് പറയുന്നതാണ്. അത് 2013 മാർച്ച് 13 ബെൽജിയം അംബാസഡർ, ബെൽജിയം ട്രേഡ് കമ്മീഷണർ, അതേപോലെ നമ്മളെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, അന്നത്തെ PWD മിനിസ്റ്റർ, കൊച്ചിയിലും എറണാകുളത്തുമുള്ള പ്രമുഖരായിട്ടുള്ള ബിൽഡേഴ്സ്, സ്ട്രക്ചറൽ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ഒരു വലിയൊരു വേദിയിൽ വെച്ച്, വലിയൊരു സദസ്സിൽ വെച്ചിട്ടാണ് ബെൽജിയം അംബാസഡർ എന്ന് നമുക്ക് നൽകുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു അംഗീകാരമാണ്, വലിയൊരു പുരസ്കാരമാണ് നമ്മളെ സംബന്ധിച്ചോളം. അത് നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയൊരു ഊർജ്ജം നൽകിയ ഒരു പുരസ്കാരമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയിൽ ഒരു വ്യവസായം തുടങ്ങുക എന്ന് പറഞ്ഞത് വലിയ പാടാണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. എന്താ പറയുക, വലിയൊരു അനുഭവമാണത്. അപ്പോൾ ആ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ വളരെ സുന്ദരമായിട്ടാണ് നമ്മൾ അതിനെ മുന്നോട്ട് പോയത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവിടെ വരുമ്പോൾ അവർക്ക് അത് ഒന്നും നിഗൂഢത ഒന്നും ഇല്ലാന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവർക്ക് നമ്മുടെ ഗേറ്റുകൾ എപ്പോഴും തുറന്നിടുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അതുപോലെ എപ്പോഴും അവർ വന്ന് മാനേജ്മെൻറ്റുമായി സംസാരിക്കുക, മാനേജിങ് ഡയറക്ടറായിട്ട് എന്നെ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഉടനെ കാണാനുള്ള സംവിധാനം, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഒരു നല്ല സമീപനം, നല്ല രീതി അവലംബിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു റിസൾട്ടാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അത് വലിയ ദൈവാനുഗ്രഹമായിരുന്നു. കേരളത്തിൽ ആദ്യമായി ടെംകോർ സ്റ്റീൽ 500D എന്ന TMT കമ്പി ഇറക്കിയിട്ടുള്ളത് മിനാറാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് വീണ്ടും ഉയരത്തിലേക്ക് പോയി. ഇപ്പോൾ മിനാർ TMT 500D കഴിഞ്ഞ് 550D എന്ന പുതിയതിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ആ ടെംകോറിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ, ടെംകോറിൻ്റെ ഭാഗമായി നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ആ ക്രോസ് സെക്ഷനിൽ കറക്റ്റ് 3 ലെയർ നമുക്ക് വളരെ കൃത്യമായിട്ട് വരച്ച് കാണിക്കാൻ സാധിക്കും. മാത്രമല്ല, പുതിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ കോഴിക്കോട്ടുള്ള മുഴുവൻ എഞ്ചിനീയർമാരെയും ക്ഷണിച്ച് അതിൻ്റെ ഓരോ ക്വാളിറ്റി ഇന്നതാണ്, പുതിയ പ്രോഡക്റ്റ് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കൺസേൺ എന്നാൽ സലീം ഗ്രൂപ്പ്സ് അത് സ്റ്റാർട്ട് ചെയ്തത് 1983 മുതലാണ്. ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഫേമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ പല പ്രോജക്റ്റുകളിലും മിനാർ TMT ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു കംപ്ലൈൻറ്റ് ഫ്രീ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം അതിൻ്റെ IS സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിലെടുക്കേണ്ട എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചിട്ടുള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു കമ്പനിയും നമുക്ക് കിട്ടാറില്ല. പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ചെറിയ ക്വാണ്ടിറ്റി ആണുള്ളത്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അത് ക്ലബ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കും.
അതും വരുന്ന ഡ്രൈവേഴ്സ്, അതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ, അതിലെല്ലാം പൊരുതി അതിൻ്റെ MD തന്നെ ഡയറക്റ്റ് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ കാണുന്ന ഒരു മെറിറ്റ്, ഓരോ ലോഡിനും ഓരോ ലോഡ് 10 ടൺ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. നമസ്കാരം, എൻ്റെ പേര് CS വിനോദ് കുമാർ, സിവിൽ എഞ്ചിനീയറാണ്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ഏകദേശം 28 വർഷക്കാലം ഇവിടെ കാസർഗോഡ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. മിനാർ TMT പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു പുരാതനമായ കാസർഗോഡിൻ്റെ ഉള്ള രണ്ടാമത്തെ പള്ളിയാണ് മാലിക് ദിനാർ ജുമാ മസ്ജിദ്. അത് നമ്മുടെ കടലിൻ്റെ കരയിലിരിക്കുന്ന പള്ളിയാണ്. അവിടെ അതിൻ്റെ ഒരു റിനോവേഷൻ വർക്ക് ഏകദേശം 50-55,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന പള്ളിയുടെ വർക്ക് വരുമ്പോൾ എൻ്റെ മുമ്പിൽ വേറൊന്നും ചിന്തിക്കേണ്ട വന്നിട്ടില്ല. നമ്മൾ മുന്നോട്ട് വെച്ച മാനേജ്മെൻറ്റുമായി അവരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അതിനുശേഷം നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റീൽ എന്ന് പറയുന്നത് മിനാർ TMT ആണ്. കാരണം അതിന് ഞാൻ എടുത്തിട്ടുള്ള 3 ലെയർ കോട്ടിങ്, അത് ഒരു ടെക്നോളജി വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സാങ്കേതിക മികവോടുകൂടി നിർമ്മിക്കുന്ന തദ്ദേശീയപരമായി നിർമ്മിച്ചിട്ടുള്ള സ്റ്റീൽ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്കത് ട്രസ്റ്റാണ്. 75 മീറ്ററോളം താഴെ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റിലുള്ള വലിയൊരു മിനാരമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ 2 ഡോമുകൾ, അതൊക്കെ തന്നെ എക്സ്പോസായി നിൽക്കുന്ന ഡോമുകളും മിനാരങ്ങളും ഒക്കെ തന്നെയാണ്. അതിൻ്റെ പൂർണ്ണമായും അത്രയും വലിയൊരു കടലിനോട് ചേർന്ന് നിൽക്കുന്ന, ഇന്നും ഇപ്പോൾ 2013, 14, 15 വർഷത്തിൽ നമ്മൾ പൂർത്തീകരിച്ചപ്പോൾ ഇന്നും അതിന് ഒരു രീതിയിലുമുള്ള ഒരു കൊറോഷനോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ കാസർഗോഡ് അല്ലെങ്കിൽ അതുമായി പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആ സ്റ്റീലിനെ ഏത് സ്റ്റീൽ ഉപയോഗിച്ചു, അതിനുശേഷം വന്നിട്ടുള്ള 6ഓളം വലിയ പള്ളികളൊക്കെ തന്നെ നമുക്ക് അത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾ, ഇപ്പോൾ കള്ളനാട് ഉള്ള ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായിട്ടുള്ള കള്ളനാട് കൺവെൻഷൻ സെൻ്ററിൻ്റെ എനിക്ക് 15-16ഓളം മീറ്റർ സ്പാനുള്ള ആ ഒരു സ്പാൻ വേറൊരു കമ്പി നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതും ഈ മിനാറിൻ്റെ FE 500D ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഏകദേശം 1.25 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിൻ്റെ ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത് മിനാർ TMT തന്നെയാണ്. ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പബ്ലിക്ക് അവർ കാണുന്നത് ഏത് സ്റ്റീൽ, ഏത് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, അത് വലിയ രീതിയിൽ അവിടെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സമൂഹത്തിൽ മൊത്തത്തിലും അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ രീതിയിലൊരു മേൽക്കോയ്മ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എഞ്ചിനീയേഴ്സിന് 100% വിശ്വസിച്ചെടുക്കാൻ സാധിക്കുന്ന സ്റ്റീലായിട്ട് മിനാർ TMTയെ നമുക്ക് ഒരു ക്ലയൻറ്റിന് മുമ്പിൽ സജസ്റ്റ് ചെയ്യാൻ കഴിയും. എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്കിൽ ഏകദേശം ഒരു 80-85% സൈറ്റുകളിലും പൂർണ്ണമായും നമ്മൾ ഈ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. അത് ഉപയോഗിക്കുന്ന എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സർവീസ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റാണ്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡെലിവറി വരുന്നു, റേറ്റ് വൈസിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. കസ്റ്റമറാണ് കിങ് എന്ന ഒരു കൺസെപ്റ്റിൽ പോകുന്ന ഒരു മാനേജ്മെൻറ്റാണ് ഉള്ളത്. ഇതിനൊക്കെ ഉപരിയായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ലെൻസ്ഫെഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാണ്. ലെൻസ്ഫെഡുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ആണ് ഞങ്ങളെ ഒരു ഇടപഴകാത്ത ഒരു ബന്ധം, വളരെ ചേർന്ന് പോകുന്ന ഒരു ഇതാണ്. ലെൻസ്ഫെഡിൻ്റെ കുടുംബം പോലെ തന്നെയാണ് നമുക്ക് മിനാർ TMTയും ഒരേപോലെയാണ്. നമ്മുടെ വേദികളിലൊക്കെ തന്നെ അതിൻ്റെ MDയും ഒക്കെ എല്ലാ പരിപാടികളും നമ്മുടെ മുഴുവൻ ഓൾമോസ്റ്റ് ഇവൻറ്റുകളും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് മിനാർ TMTയാണ്. നമ്മുടെ സ്റ്റേറ്റ് കോൺഫറൻസ് ആയിക്കോട്ടെ, ജില്ലാ കോൺഫറൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മുടെ 14 ജില്ലകളിൽ സജീവ സാന്നിധ്യത്തോടുകൂടി അതിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. തിരിച്ചും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സപ്പോർട്ട് മിനാർ TMTക്കുണ്ട് എന്നുള്ളതാണ്. മിനാർ TMT ടെംകോർ FE 550D എനിക്ക് തോന്നുന്നു അതിൻ്റെ ലോഞ്ചിങ്ങിൽ ഞാൻ കാലിക്കറ്റിൽ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള, കാരണം മറ്റ് ബഹുരാഷ്ട്ര കമ്പനികളെ കിടപിടിക്കുന്ന രീതിയിലുള്ള ലോഞ്ചിങ്ങും അതിനുശേഷം അതിൻ്റെ പ്രൊമോഷനും വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. എസൻപുരം എന്ന് പറയും സ്ഥലം. കടയുടെ പേര് മാവേലി ഏജൻസീസ്. ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് 35 വർഷമായി. ഈ ബെൽറ്റിൽ ഇപ്പോൾ 40 വർഷമായി. ഒരുവിധം നല്ല ബിസിനസ്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മിനാർ കമ്പനിയായിട്ട് നമ്മൾ ഒരു 12-13 വർഷത്തെ ബന്ധമുണ്ട്. നമ്മൾ അവരായിട്ട് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ലൊരു മെറ്റീരിയലായിട്ട് കിട്ടിയിരുന്നു. പിന്നെ കസ്റ്റമേഴ്സ്, ഞങ്ങളെപ്പോലുള്ള ഡീലർമാരോടുള്ള
അവരുടെ നല്ല പെരുമാറ്റവും. പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ എത്ര റേറ്റ് കൂടിയാലും ഞങ്ങൾക്ക് അവർ ഡെലിവറി തന്നിരുന്നു. അന്ന് തൊട്ട് കൊണ്ടുവന്ന 12 കൊല്ലം തൊട്ട് മുന്നിൽ കൊണ്ടുപോകുന്ന അതേ കസ്റ്റമർ ഇന്നും മിനാർ തന്നെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റിയുടെയും ആ മെറ്റീരിയലിൻ്റെയും ഗുണം കൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഞാനൊരു 100% മിനാറിന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ പല കമ്പനികളായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെ 100% വിശ്വസിച്ച് അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നവരാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ടെംകോർ ആയതിനു ശേഷം മെറ്റീരിയൽ ഒരേ ക്വാളിറ്റിയിൽ തന്നെ അവർ സ്ഥിരമായിട്ട് തരുന്നുണ്ട്. പിന്നെ കോഎഫിഷ്യൻ്റ് വെയിറ്റ് എല്ലാം കറക്റ്റായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ലോഡ് എടുത്താലും കമ്പനിയിൽ നിന്ന് ലോഡ് എടുത്താലും ഞങ്ങൾ തൂക്കം നോക്കിയില്ലെങ്കിലും വെയ്മെൻറ്റിലൊന്നും ഒരിക്കലും കുറവ് വരുന്നില്ല. പല കമ്പനികളിലും പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതേ പോലത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഡീലർമാരും ഈ കമ്പനിയോട് കൂടുതൽ താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. എത്ര ഒരു മെറ്റീരിയൽ കൺഫേം ചെയ്താലും എത്ര സംഖ്യ ബാലൻസ് നിൽക്കേണ്ടതെന്ന് നോക്കാതെ ഞങ്ങളെ കൈയച്ച് ഇത്രയും വർഷം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളും അവരോട് അതേമാതിരി തന്നെ ഞങ്ങളും ഡീൽ ചെയ്തിട്ടുണ്ട്. മുടപ്പുലൂർ അയ്യപ്പ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ചെറിയൊരു ടൗണാണ് എങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കച്ചവടം മിനാറിന് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കഴിയുന്നുണ്ട്. ഏകദേശം ഒരു 10ഓളം ബ്രാൻഡ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ മിനാർ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ള പ്രീമിയർ ഐറ്റങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വില വളരെ കുറവാണ്. അത് കൂടുതലായിട്ട് പറയാനില്ല. നല്ല ഒരു ഐറ്റമാണ്. ജനങ്ങൾക്കിടയിൽ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. പള്ളികളിലേക്കും മറ്റേ അമ്പലങ്ങളിലേക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ഒന്നും മേടിക്കാതെ തന്നെ പൈസകളില്ലാതെ അവരോട് എന്ത് സഹകരണവും നമ്മുടെ കമ്പനി ചെയ്യണം. അതുപോലെ ജനങ്ങൾക്കിടയിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും അത് അവരെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ അവരോടാകുന്ന സഹായം എല്ലാം നമ്മുടെ കമ്പനി ചെയ്യാറുണ്ട്. വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ എല്ലാം നമ്മുടെ കമ്പനി മറ്റുള്ള പൊതുജനങ്ങളുടെ ഇടയിലും നമ്മുടെ കമ്പനിയെ പറ്റി നല്ല അഭിപ്രായമാണ്. ഏറ്റവും പ്രധാനം പറയാനുള്ളത് വെച്ചാൽ ഇന്ന് വരെയ്ക്ക് നമുക്ക് കംപ്ലൈൻറ്റ് മിനാറിനെ പറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ മിനാറുമായിട്ട് നല്ല രീതിയിൽ കൈകോർത്തുകൊണ്ട് തന്നെയാണ് നമ്മളും പോണത്. നമുക്ക് വേണ്ട നല്ല രീതിയിലുള്ള സർവീസാണ് മിനാറിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കാനുള്ള വിശ്വാസം വ്യാപാരികൾക്കുണ്ടെങ്കിൽ, എടുക്കാനുള്ള വിശ്വാസം കസ്റ്റമർക്കുണ്ടെങ്കിൽ പിന്നെ മിനാറിന് വൻ വിജയം തന്നെ ആയിരിക്കും അവിടെ എന്നുള്ളതാണ്. ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ബ്രാൻഡാണ് മിനാർ എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കൂടുതൽ കസ്റ്റമർ നമ്മളോട് അത് ആവശ്യപ്പെടുന്നത്. നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നൊക്കെ മിനാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. മിനാർ എഞ്ചിനീയേഴ്സിനും കോൺട്രാക്ടേഴ്സിനൊക്കെ പ്രത്യേകം പരിഗണിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർക്ക് പ്രത്യേകം സ്കീം കൊടുക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി വലിയൊരു വിഷയമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയേഴ്സിനാവട്ടെ കോൺട്രാക്ടേഴ്സിനാവട്ടെ സ്പെഷ്യൽ സ്കീം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ചിട്ടാണ് കമ്പനി എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മിനാറിൻ്റെ TMT ഉപയോഗിച്ചിട്ട് നമുക്ക് കക്കയം തലയാട് ഭാഗത്ത് ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പം നമ്മൾ മിനാർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറൊരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡാമിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ചെറിയൊരു ചെക്ക് ഡാമിൻ്റെ വർക്കും മിനാർ TMT ഉപയോഗിച്ച് നമുക്ക് ഉറുമി കേട്ടിട്ടുണ്ടോ? ഉറുമി ജലവൈദ്യുത പദ്ധതി സർക്കാരിൻ്റെ ഇതിൽ വരുന്നതാണ്. പിന്നെ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞി ഏരിയയിലാണത് വരുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതി ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മിനാർ TMT ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയിൽ നിന്നും പുതിയതിലേക്കുള്ള ഇന്നോവേഷന് വലിയ രീതിയിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു സ്റ്റീൽ മാനുഫാക്ചറിംഗ് ആണ് മിനാർ TMT എന്ന് പറയുകയാണ്. അതിന് ഇനിയും വരുന്ന കാലഘട്ടത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും.